ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായുള്ള വിഷയം പ്രതിസന്ധികളിൽ കൂടെയിരിക്കുന്ന ദൈവം എന്നതാണ്. അതിനായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വചനങ്ങൾ. കുറുവാക്യം യോശുവ 1-ാം അധ്യായം അതിന്റെ 9-ാം വചനം. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. ഓരോ സന്ധ്യയും ഒരു യാത്രയ്ക്കുള്ള ക്ഷണമാണ്. യാത്രയുടെ മധ്യേ എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നത് അനിശ്ചിതമാണ്. കടലിലേക്ക് ഇറങ്ങുന്ന ഏതൊരാളും പ്രതീക്ഷിക്കുന്നത് തിരയും കാറ്റും ആയിരിക്കും. എന്നാൽ പടകിൽ യേശു ഉണ്ടെങ്കിൽ കൂടി അത് സംഭവിച്ചിരിക്കാം എന്ന് വേദഭാഗം വെളിപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ജീവിതയാത്രയിൽ പ്രതിസന്ധികളും സ്വാഭാവികമാണ്. എന്നാൽ വിശ്വാസം നമ്മെ അതിനെ ഒഴിവാക്കിക്കൊണ്ടല്ല, മറിച്ച് അതിനെ നേരിടുവാനുള്ള ശക്തിയിലൂടെയാണ് നയിക്കേണ്ടത്. തിരയും കാറ്റും കടലിൽ ഉണ്ടായപ്പോൾ ശിഷ്യന്മാർ ഭയന്ന് നിലവിളിക്കുന്നു. എന്നാൽ കർത്താവ് അമരത്ത് തലചായ്ച്ച് സുഖമായി കിടന്നുറങ്ങുന്നു. അവിടെ കർത്താവിനെ സകലത്തെയും നിയന്ത്രിക്കുവാൻ കഴിവുള്ള കരുത്തിനെയാണ് വെളിപ്പെടുത്തുന്നത്. ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട് എന്ന ദൈവ സാന്നിധ്യം നമ്മുടെ ഉള്ളിലെ ഭയത്തെ നീക്കിക്കളയുന്നു. അനിശ്ചിതത്വങ്ങൾ ഏറെ നിറഞ്ഞ ഈ ലോക സാഹചര്യത്തിൽ നിശ്ചയമായ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കിക്കൊണ്ട് പ്രതിസന്ധികളെ സാധ്യതകളായി മാറ്റുവാൻ നമുക്ക് കഴിയണം. നാം ജീവിക്കുന്ന ഈ ലോക കാലഘട്ടം വെല്ലുവിളികൾ നിറഞ്ഞതാണ്. എന്നാൽ അതിൽ ആരും തളർന്നു പോകരുത്. പ്രത്യാശ നഷ്ടപ്പെട്ടവരുടെ ഇടയിൽ ക്രിസ്തുവിന്റെ സാക്ഷികളായി നിലനിൽക്കുവാൻ നമുക്ക് കഴിയണം. അതിന് ദൈവം നമ്മെ ഏവരെയും സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ.